RDO കോടതിയിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ കേസിൽ സമാന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് കലക്ടർ. ഡെപ്യൂട്ടി കലക്ടർ പ്രാന്ത് സിംഗിനാണ് അന്വേഷണ ചുമതല. 2003 മുതൽ 2022 വരെ ചുമതലയുണ്ടായിരുന്ന സീനിയർ സൂപ്രണ്ടുമാരെ ചോദ്യം ചെയ്യും. മോഷ്ടാവിനെ കണ്ടെത്തുക പ്രായോഗികമല്ല എന്നാണ് സൂചന. 2003 മരിച്ച കാട്ടൂർ സ്വദേശി റംലത്തിന്റെ 8.5 പവൻ സ്വർണമാണ് RDO കോടതിയിൽ സൂക്ഷിച്ചിരുന്നത്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ആരാണ് ഈ ക്രമക്കേട് തട്ടിപ്പ് നടത്തിയെന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണിത് പരിശോധിക്കുന്നത്? സ്മൃതി, ജില്ലാ ഭരണകൂടത്തെയും പ്രത്യേകിച്ച് പോലീസിനെയും ഞെട്ടിച്ച ഒരു മോഷണമായിരുന്നു ഇവിടെ നടന്നത്. അതും RDO കോടതിയിലാണ് ഈ മോഷണം നടന്നതെന്നാണ് ഏറ്റവും വിചിത്രവും ഭയാനകവുമായ കാര്യം. ഇത് സംബന്ധിച്ച് 2003 ഈ സ്വർണം അവിടെ സൂക്ഷിക്കുന്നത്. അതിനുശേഷം കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ സ്വർണ്ണമെടുക്കാൻ ചെന്നപ്പോഴാണ് അത് മുക്കുപണ്ടം എന്ന നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് റംലത്തിന്റെ മാതാവ് പോലീസിൽ പരാതി നൽകുന്നു, ജില്ലാ കളക്ടർ പരാതി നൽകുന്നു, പോലീസിന്റെ അന്വേഷണം നടക്കുന്നു. പക്ഷേ കാര്യമായൊരു തെളിവ് കണ്ടെത്താനാകുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ പുതിയ അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നത്. സമാന്തരമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടറാണ് ഇത് അന്വേഷിക്കുക. പ്രധാനമായും 2003 മുതൽ 2022 വരെയുള്ള ഇതിന്റെ ചുമതലയുണ്ടായിരുന്ന മുഴുവൻ സീനിയർ സൂപ്രണ്ടുമാരെയും ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ ആഴ്ച തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കും. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ജില്ലാ ഭരണകൂടത്തിന് കീഴിലുള്ള RDO കോടതിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന ഗുരുതരമായ കുറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ഇവർക്ക് തിരിച്ചു നൽകേണ്ട നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടത്തിന് കടക്കേണ്ടി വരും. അതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിന്, തുടരന്വേഷണത്തിന്, സമാന്തര അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. സ്മൃതി, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.